ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സീരീസ് ഓഫർ ഹൈപ്പിനോട് നീതി പുലർത്തി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലാസ്റ്റ് നടന്ന ടെസ്റ്റൊക്കെ വളരെയധികം എൻഗേജിങ് ആയിരുന്നു. ഓരോ സെഷൻ ബൈ സെഷൻ നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു, ത്രില്ലിംഗ് ആയിരുന്നു. സോ ഇത്തരം മാച്ചസ് ആണ് ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് ക്രിക്കറ്റിനെ അഡ്വക്കേറ്റ് ചെയ്യേണ്ടത്. സോ ആ ഒരു സാഹചര്യത്തിൽ 4ാമത്തെ മത്സരം വരികയാണ്. സോ ലെറ്റ്സ് പ്രിവ്യൂ ടെസ്റ്റ് മാച്ച് നമ്പർ 4 ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ. മത്സരം നടക്കുന്നത് മാഞ്ചസ്റ്റർ ഓൾഡ് ട്രഫോർഡിൽ വെച്ചാണ്. ആൻഡ് ടിപ്പിക്കലി ഒരു ബാറ്റിംഗ് ഫസ്റ്റ് വിക്കറ്റാണ്. കാരണം അവിടെ ടോസ് വേണ്ടി ചേസ് ചെയ്യുന്നവർ ജയിച്ച ചരിത്രമില്ല എന്നാണ് പറയപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ ടോസ് കിട്ടുന്ന ടീം ഫസ്റ്റ് ബാറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഓവർകാസ്റ്റ് കണ്ടീഷൻ എന്നാണ് റിപ്പോർട്ടിൽ. സോ വിച്ച് മീൻസ് ദർ വിൽ ബി സം അഡ്വാൻറ്റേജ് ഫോർ ബോളേഴ്സ് ആസ് വെൽ. സോ ടോസ് കിട്ടുന്ന ടീം ബാറ്റിംഗ് ഫസ്റ്റ്, ബട്ട് ദർ വിൽ ബി അഡ്വാൻറ്റേജ് ഫോർ ബോളിംഗ്. സോ അതുകൊണ്ട് തന്നെ ഒരു വലിയ ഹൈ സ്കോറിംഗ്, അറിയില്ല, ഇംഗ്ലണ്ട് പിച്ചേഴ്സ് പൊതുവെ ഹൈ സ്കോറിംഗ് ആണ്. പക്ഷേ എന്നാലും ഒരു ഹൈ സ്കോറിംഗ് എൻകൗണ്ടർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കുറച്ച് ബോളേഴ്സ് വിൽ ഹാവ് സം സേ ഇൻ ദിസ് മാച്ച് എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ 2 ടീമിനെ കൺസിഡർ ചെയ്യാനാണെങ്കിൽ ഇംഗ്ലണ്ടിൽ ലിയാം ഡോസൺ ഷോയബ് ബഷീറിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഷോയബ് ബഷീർ ഇഞ്ചുറി ആയിട്ട് മാറിയിട്ടുണ്ട്. ബട്ട് ലിയാം ഡോസൺ ഈസ് എ വെരി ഗുഡ് അഡീഷൻ ഫോർ ഇംഗ്ലണ്ട്. ഐ തിങ്ക് ദേ ബിക്കേം എ ലിറ്റിൽ ബിറ്റ് മോർ സ്ട്രോങ് ബിക്കോസ് ഷോയബ് ബഷീറിന് കാര്യമായ പർച്ചേസ് ഒന്നും പിച്ചിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സോ ഫാർ. ഡോസൺ ഈസ് വെരി എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹി വിൽ ബി വെരി ഡേഞ്ചറസ്. ഇന്ത്യൻ ടീം ഓൺ ദി അതർ ഹാൻഡ് ദേ ഹാവ് 3 ഇഞ്ചുറീസ്. ആകാശ്ദീപ് ആണ് ലേറ്റസ്റ്റ് ഇൻ ദ ലിസ്റ്റ്. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി, പിന്നെ ഒരാളും കൂടി ഉണ്ട്. അവർ എല്ലാവരും മറ്റേ ഇഞ്ചുറി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്ത് ബുംറ കളിച്ചേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-1 ഇംഗ്ലണ്ട് ലീഡ് ചെയ്യുകയാണ്. സോ ബുംറ ഈസ് എ മസ്റ്റ് പ്ലേ ഇന്നത്തെ മത്സരം. സോ കളിക്കുകയും വരും. കാരണം ബിക്കോസ് ഫ്രണ്ട് ലൈൻ പേസേഴ്സൊക്കെ ഇഞ്ചുറി ആയ സിറ്റുവേഷനിൽ ബുംറയ്ക്ക് കളിക്കാതിരിക്കാൻ പറ്റില്ല. ദിസ് മാച്ച് മൈറ്റ് ബി ദ ലാസ്റ്റ് മാച്ച് ബുംറ മൈറ്റ് ബി ഫീച്ചറിങ് ഇൻ ദ സീരീസ് ആസ് വെൽ ബിക്കോസ് 3 മാച്ച് കളിക്കുമെന്ന് പറഞ്ഞാൽ ദിസ് വിൽ ബി ഹിസ് 3rd മാച്ച്. സോ ആ ഒരു സിറ്റുവേഷനാണ് ഇന്ത്യൻ ടീമിലുള്ളത്. ഒരു വീക്കെൻഡ് ലൈനപ്പാണ്. റിഗാർഡിങ് ഹു വിൽ ബി പ്ലേയിങ്, ആ ഒരു പ്ലേയിങ് ഇപ്പോഴും കൺഫേംഡ് അല്ലാത്തൊരു സിറ്റുവേഷനാണ്. പ്രോബബ്ലി സായി സുദർശൻ വിൽ ബി പ്ലേയിങ്, ബട്ട് അതർ ദാൻ ദാറ്റ് ഐ എം നോട്ട് ഷുവർ ഹു വിൽ ബി പ്ലേയിങ് ഇൻ ഇന്ത്യൻ ടീം. സോ ഈ 2 ടീംസിനെ സ്ട്രെങ്ത് കൺസിഡർ ചെയ്താൽ ഐ എം ഫീലിംഗ് ഇംഗ്ലണ്ട് ഈസ് ഗോയിങ് ടു വിൻ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് എ വെരി ഗുഡ് സ്ട്രോങ്. ജൊഫ്ര ആർച്ചറുടെ റിട്ടേൺ വാസ് ഫാന്റാസ്റ്റിക്. ആൾ അത്രയും പവർഫുൾ ആയിട്ടാണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ത്യൻ ടീമിനെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി യശസ്വി ജയ്സ്വാളിനെ ആർച്ചറിനെ നേരിട്ട് അവിടുന്ന് ഒരു സർവൈവൽ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ എം എക്സ്പെക്ടിങ് ദ സെയിം. ഐ ഡോണ്ട് തിങ്ക് ജയ്സ്വാൾ വിൽ ബി ഓഫ് മച്ച് യൂസ് ദിസ് മാച്ച്. പക്ഷേ എന്നാൽ പോലും ഐ തിങ്ക് ഇംഗ്ലണ്ട് ഈസ് ഗോയിങ് ടു വിൻ ദിസ് മാച്ച്. ടീം ഇട്ടാണെങ്കിലും ബാറ്റേഴ്സിന് അഡ്വാൻറ്റേജ് ആയിട്ട് ഇടുക. കാരണം ബോളേഴ്സിന് പറയാൻ പറ്റില്ല. എനിക്ക് അത്ര വലിയ പർച്ചേസ് ഈവൻ ഡ്രീമിലോടാണെങ്കിൽ പോലും ഇറ്റ്സ് എ ബാറ്റേഴ്സ് ഗെയിം നവഡേയ്സ്. So I'm expecting England to win. Put the batters in the team.